Hello friends, welcome to SAT, Center Christian Tuition Center Marathonpadi and Puthambelikara. Please subscribe to our YouTube channel for new updated videos and also visit centerchristiantuition.blogspot.in. നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. അതിനകത്ത് പാർട്ട് 2 ക്വസ്റ്റ്യൻ പേപ്പർ 1-ൽ നമ്മൾ പാർട്ട് 1-ൽ ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസ് ചെയ്തു. അത് കാണാത്തവർ കണ്ടതിന് ശേഷം ഇത് കാണുക. പാർട്ട് 2-ൽ നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, question number 4. Check whether 2.8x minus 5.6 is a factor of the polynomial x square minus 5x plus 6. 2 മാർക്കാണ്. അപ്പോൾ ആദ്യത്തെ 4 ക്വസ്റ്റ്യൻസ് 2 മാർക്കിന് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫാക്ടർ ആണോ ഈ തന്നിരിക്കുന്ന ആളെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഓക്കെ, ഒരു ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നിങ്ങൾ പുറത്തേക്ക് എടുക്കുക. അതായത് 2.8x ഓക്കെ മൈനസ് 5.6 എന്താണോ നിങ്ങളോട് ചെക്ക് ചെയ്യാൻ ചോദിച്ചേക്കുന്നത് അത് ഈക്വൽ ടു 0 എന്നെടുക്കണം കേട്ടോ. എന്നിട്ട് എക്സ് ഉൾപ്പെടുന്ന ടേമിനെ മാത്രം ഞാൻ അവിടെ നിന്നോ. എന്നിട്ട് ഈ ബാക്കി കിടക്കുന്ന സംഖ്യ കണ്ടോ, ഇത് നെഗറ്റീവ് 5.6 ആണ്. ഇതിനെ എടുത്ത് സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാവും 2.8x is equal to മൈനസ് സമത്തിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ചിഹ്നമാവും. അപ്പോൾ എന്താവും? പ്ലസ് ആവും. ഓൾറെഡി ഇവിടെ എന്ത് കിടപ്പുണ്ട്? 0 കിടപ്പുണ്ട്. 0 ഇവിടെ കിടന്നോട്ടെ. ഈ മൈനസ് 5.6 അപ്പുറത്തേക്ക് വരുമ്പോൾ അത് പ്ലസ് 5.6 ആവും. ഓക്കെ, ക്ലിയർ? ഇനി ഒരു സംഖ്യയുടെ മുന്നിൽ പ്ലസ് ആണെങ്കിൽ നമ്മൾ അത് എഴുതേണ്ട ആവശ്യമില്ല. 0 ആണെങ്കിൽ അതും എഴുതേണ്ട ആവശ്യമില്ല. സോ ദിസ് ഈസ് ഈക്വൽ ടു 5.6. ക്ലിയർ? ഇപ്പോൾ നമ്മുടെ മുന്നിൽ 2.8x എന്ന് പറഞ്ഞാൽ അത് 5.6 ആണെന്ന് കിട്ടി. ഈ 2.8x എന്ന് പറഞ്ഞാൽ എന്താണ്? 2.8 ഇൻറ്റു എക്സ് എന്നാണ്. അതായത് 2.8 ഇൻറ്റു എക്സ് ആണ് ഈ 5.6. നമുക്ക് എക്സ് മതി, എക്സ് മാത്രം മതി. എക്സിന് മാത്രം ഇവിടെ നിർത്താം. അപ്പോൾ ഈ 2.8x ഇവിടെ ഗുണിച്ചിരിക്കുകയാണ്. കണ്ടോ, ഗുണിച്ചിരിക്കുന്ന ആളെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഹരണാവും. അപ്പോൾ നമ്മളൊരു കാര്യം അറിയേണ്ടത്, മൈനസ് സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് ആവും, ഗുണനം സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? ഹരണവും. ഇതാണ് ബേസിക് ആയിട്ട് അറിയേണ്ട ഐഡിയ. അപ്പോൾ ഇവിടെ എക്സ് 2.8 എക്സ് ആണ്. അപ്പോൾ 2.8 നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 5.6ൻ്റെ താഴെ കൊണ്ടുവരണം 2.8. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് എക്സ് മാത്രം ഒറ്റയ്ക്കാവും. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 5.6 ഡിവൈഡഡ് ബൈ 2.8. ഇവിടെ നോക്കിക്കാറ, ഇത് തമ്മിലൊരു ബന്ധമുണ്ട്. എന്താ? 5.6 എന്ന് പറയുന്നത് 2.8ൻ്റെ ഇരട്ടിയാണ്. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 2. സോ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? 2. ക്ലിയർ ആണോ? എക്സിൻ്റെ വില എന്താണ്? 2. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ പോളിനോമിയൽ എടുത്തെഴുതണം. ഓക്കെ, പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് പോളിനോമിയൽ തന്നിരിക്കുന്നത്? എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6. ഇതിനകത്ത് ഈ എക്സിൻ്റെ പ്ലേസിലാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച വില കൊടുക്കേണ്ടത്. അപ്പോൾ പി ഓഫ് 2 എക്സിന് നേരത്തെ എന്താ വില കിട്ടിയത്? എക്സ് ഇസിക്കൽ ടു, മറന്നുപോയോ? എക്സ് ഇസിക്കൽ ടു 2. ക്ലിയർ? അപ്പോൾ പി ഓഫ് 2 കാണണം. പി ഓഫ് 2 ഇസ് ഈക്വൽ ടു എക്സ് ഉള്ള എല്ലാ സ്ഥലത്തും ഇതിവിടെ എക്സ് ഉണ്ട്, 2 കൊടുക്കുക. 2 സ്ക്വയർ മൈനസ് 5 ഇൻറ്റു 2 പ്ലസ് 6. ഓക്കെ, നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഉത്തരം കിട്ടുമല്ലോ. ആ ഉത്തരം എന്തായിരിക്കണം? 0 ആയിരിക്കണം. ആ ഉത്തരം 0 ആണെങ്കിൽ അത് ഫാക്ടറാണ്, 0 അല്ലെങ്കിൽ ഫാക്ടർ അല്ല. മനസ്സിലായോ? നമുക്ക് നോക്കാം. ആദ്യം 2 സ്ക്വയർ എത്ര? 2 സ്ക്വയർ 4, 2 ഇൻറ്റു 2 മൈനസ് 5 ഇൻറ്റു 2 എത്രയാണ്? 10. ഓക്കെ, പ്ലസ് 6. ഇങ്ങനെ വരുമ്പോൾ ചില കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട. പോസിറ്റീവ് സംഖ്യകൾ മാത്രം ആദ്യം എഴുതാം. അപ്പോൾ 4 എഴുതി. ഇനി അടുത്ത പോസിറ്റീവ് സംഖ്യ പ്ലസ് 6 ആണ്. അപ്പോൾ പ്ലസ് 6 എഴുതി. അതിനുശേഷം നെഗറ്റീവ് സംഖ്യകൾ 5-6 ഉണ്ടെങ്കിൽ അതൊക്കെ പെറുക്കി. ഇവിടെ ഒരെണ്ണമുള്ളൂ, അത് എഴുതി. ഓക്കെ, ക്ലിയർ? 10. ഇപ്പോൾ പോസിറ്റീവ് സംഖ്യകൾ ഒരു സെറ്റായി കണ്ടോ, അതെല്ലാം കൂടിയും കൂട്ടാം. അപ്പോൾ 4ഉം 6ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടും? 10. 10. ഓക്കെ, പിന്നെ ബാക്കി ഇവിടെ എന്തുണ്ട്? ഒരു -10 ഉണ്ട്. -10. സോ ദ ആൻസർ ഈസ് 0. ക്ലിയർ ആണോ? അപ്പോൾ ഈ തന്നിരിക്കുന്ന ആള് ഇതിൻ്റെ എന്താണ്? ഫാക്ടർ ആണ്. 2 മാർക്ക് കിട്ടും. ക്ലിയർ? ക്വസ്റ്റ്യൻ നമ്പർ 5. The sum of two number is 90 and the product is 2009.
What are the numbers? Okay. To solve this problem, Appu took one of the numbers as 45 plus x. What did he take as the second number? Solve the problem by Appu's method. 3 marks. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോക്കേ. The sum of the two number is 90. രണ്ട് സംഖ്യകളുടെ തുക 90 ആണ്. ആൻഡ് the product is 2009. അവർ തമ്മിൽ ഗുണിക്കുമ്പോൾ 2009 ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദി നമ്പേഴ്സ്? ആ സംഖ്യകൾ ഏതൊക്കെയാണ്? To solve this problem, ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് Appu took one of the numbers as 45 plus x. അപ്പു ഇതിനകത്ത് ഒരു നമ്പറിനെ എങ്ങനെയാണ് എടുത്തത്? 45 plus x. Then what did he take as the second number? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ നമ്പർ എന്തായിരിക്കും അപ്പു എടുത്തിരിക്കുന്നത്? സോൾവ് ദ പ്രോബ്ലം ബൈ അപ്പൂസ് മെത്തേഡ്. നിങ്ങൾ അപ്പുവിൻ്റെ മെത്തേഡിൽ ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഒന്നുകൂടി നമുക്ക് പറയാം. ദി സം ഓഫ് ദി ടു നമ്പർ ഈസ് 90 എന്ന് പറയാം. രണ്ട് നമ്പർ ഉണ്ട്. സപ്പോസ് ആ രണ്ട് നമ്പർക്ക് നമുക്കൊരു പേരിടാം. എക്സ് ഒരു നമ്പർ പ്ലസ് വൈ മറ്റൊരു നമ്പർ. ഈ രണ്ട് നമ്പറും കൂടി നമ്മൾ കൂട്ടിയപ്പോൾ 90 കിട്ടി. ക്ലിയർ? ഓക്കെ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ നമ്പർ കാണാൻ എന്ത് ചെയ്യണം? വെരി സിമ്പിളാണ്. രണ്ടാമത്തെ നമ്പർ y is equal to ഈ തുകയിൽ നിന്ന് എന്ത് കുറയ്ക്കണം? ആദ്യത്തെ നമ്പർ കുറയ്ക്കണം. 90 minus x. Is it clear? Okay. ഇനി to solve this problem, Appu took one of the numbers as 45 plus x. ഇതിനകത്ത് ഒരു നമ്പറിനെ അപ്പു എന്തായിട്ട് എടുത്തു? 45 പ്ലസ് എക്സ്. അപ്പോൾ ഇനി മുതൽ നമുക്ക് ഈ എക്സിൻ്റെ സ്ഥലത്ത് 45 പ്ലസ് എക്സിന് എഴുതാം. ഓക്കെ, ക്ലിയർ? ഓക്കെ ആണല്ലോ? അപ്പോൾ 45 പ്ലസ് എക്സ് ഒരു നമ്പർ, ഇത് രണ്ടാമത്തെ നമ്പർ. കൂട്ടുമ്പോൾ എത്ര കിട്ടും? 90. ഓക്കെ. അപ്പോൾ ഈ രണ്ടാമത്തെ നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? പറയൂ. ഈ ഒന്നാമത്തെ നമ്പർ നമ്മൾ ഇപ്പുറത്തേക്ക് എടുത്തില്ല നേരത്തെ, കണ്ടോ? എക്സ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ നമ്പർ 90 നിന്ന് കുറയ്ക്കണം. അപ്പോൾ 45 പ്ലസ് എക്സ് ഇതിൽ നിന്ന് കുറയ്ക്കണം. ക്ലിയർ? ഓക്കെ. ഒന്നുകൂടി പറയാം. അപ്പു എടുത്തത് 45 പ്ലസ് എക്സ് ഒരു നമ്പർ. ക്ലിയർ? ഓക്കെ. അതൊരു ബ്രാക്കറ്റിനകത്തിടാം, കാരണം രണ്ട് ടേം ഉണ്ടല്ലോ. പ്ലസ് രണ്ടാമത്തെ നമ്പർ കൂടി കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 90 കിട്ടി. ഇത് ക്ലിയർ? ഓക്കെ. രണ്ടാമത്തെ നമ്പർ കാണാൻ അപ്പം എന്ത് ചെയ്യണം? y സമം 90. ഈ 90 അവിടെ കടന്നോട്ടെ. ഈ ബ്രാക്കറ്റിനകത്തോട് ഇവരെ മൊത്തത്തിൽ പെറുകി കൂട്ടി ഇപ്പുറത്ത് കൊണ്ടുവരും. അപ്പോൾ എന്താണ്? മൈനസ്. ഇത് പോസിറ്റീവ് ആണ്, കണ്ടോ? അപ്പോൾ ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ആവും. ആ ബ്രാക്കറ്റ് കളയരുത്. 45 പ്ലസ് എക്സ്. ഇസ് ക്ലിയർ? ഓക്കെ. ഓക്കെയാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു. ഇനിയാണ് നമ്മുടെ മാത്തമാറ്റിക്സിലെ ഒരു തിയറി ഉള്ളത്. അതായത് ഒരു ബ്രാക്കറ്റിന് മുന്നിൽ മൈനസ് ഉണ്ടെന്ന് വിചാരിക്കാം. ബ്രാക്കറ്റ് കളഞ്ഞെഴുതുമ്പോൾ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ആളുകളുടെ ചിഹ്നം ഇപ്പോൾ എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് എഴുതണം. ഒന്നുകൂടി പറയാം. ബ്രാക്കറ്റിന് മുന്നിൽ മൈനസ് ആണുള്ളതെങ്കിൽ ബ്രാക്കറ്റിനകത്തുള്ളവരുടെ ചിഹ്നം ഇപ്പോൾ എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് ആക്കി എഴുതണം. ഇവിടെ 45 ഇവിടെ പോസിറ്റീവ് ആണ്. അപ്പോൾ ഞാൻ ഈ 90 എഴുതിയതിന് ശേഷം ഈ ബ്രാക്കറ്റ് കളഞ്ഞെഴുതാൻ പോകുന്നത്. അപ്പോൾ 45 ഓൾറെഡി പോസിറ്റീവ് ആണ്, ഞാനത് നെഗറ്റീവ് ആക്കാം. 45. ഓക്കെ. അത് പ്ലസ് എക്സ് ആണ്, അത് ഞാൻ നെഗറ്റീവ് ആക്കാം. ഓക്കെ. ഇനി വെരി സിമ്പിളാണ്. 90 മൈനസ് 45 ചെയ്യുക. 90 മൈനസ് 45 ചെയ്യുമ്പോൾ 45 കിട്ടും. അപ്പോൾ ദ ആൻസർ ഈസ് 45. ഓക്കെ. ഇവിടെ നിന്ന് ബാക്കിയുള്ളത് മൈനസ് എക്സ് ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് നമ്പർ. ഇതാണ് നമ്മുടെ അപ്പുക്കുട്ടൻ എടുക്കേണ്ട സെക്കൻഡ് നമ്പർ. ഫസ്റ്റ് നമ്പർ എന്തായിരുന്നു? 45 പ്ലസ് എക്സ്. നിങ്ങൾ കൂട്ടി നോക്കി എക്സ് എക്സ് മൾട്ടിപ്ലൈ 90 കിട്ടുന്നുണ്ട്. ക്ലിയർ? ഓക്കെ. ഇനി സോൾവ് ദ പ്രോബ്ലം ബൈ അപ്പൂസ് മെത്തേഡ്. അപ്പുവിൻ്റെ മെത്തേഡ് അനുസരിച്ച് ഈ പ്രോബ്ലം എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഇപ്പോൾ എന്താണ് അപ്പു ചെയ്തത്? അപ്പു ആദ്യം 45 പ്ലസ് എക്സ് എടുത്തു. അപ്പോൾ നമ്മൾ 45 പ്ലസ് എക്സ്. ഓക്കെ. രണ്ടാമത്തെ നമ്പർ അപ്പ് എടുത്തത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 45 മൈനസ് എക്സ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. അപ്പോൾ 45 മൈനസ് എക്സ്. ഓക്കെ. 45 മൈനസ് എക്സ്. ഇനി നമുക്കൊരു ഹിന്റ് തന്നേക്കണത്, ഈ രണ്ട് നമ്പർ കൂടി ഗുണിക്കുമ്പോൾ എത്രയാണ്? 2009. അപ്പോൾ നമുക്കിത് ഗുണിക്കുന്ന പോലെ എഴുതിയിരിക്കുന്നതാണ്. എന്തോ ഇൻറ്റു ഇങ്ങനെ ഇൻറ്റു ഇടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ രണ്ട് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ എന്നാൽ ഞാൻ ഇട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇട്ടുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ 45 പ്ലസ് എക്സും 45 മൈനസ് എക്സും കൂടി ഗുണിക്കുമ്പോൾ എത്ര കിട്ടുമെന്ന്? 2009. ഇനി സാർ ഇത് ഗുണിക്കണോ? വേണ്ട. ഇത് ഗുണിച്ച് കഷ്ടപ്പെടണ്ട. കാരണം ഇത് കിടക്കുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന രൂപത്തിലാണ്. കണ്ടോ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉത്തരം
എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആയിരിക്കും. ഇത് ചെറുപ്പം മുതൽ നിങ്ങൾ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എയുടെ പ്ലേസിൽ ആരാണ് മക്കളെ? എയുടെ പ്ലേസിൽ 45 അപ്പോൾ 45 സ്ക്വയർ. വെരി സിമ്പിൾ അല്ലേ? മൈനസ് ബിയുടെ പ്ലേസിൽ ആരാണ് മക്കളെ? ബിയുടെ പ്ലേസിൽ എക്സ് ആണ്. കണ്ടോ, ഇവിടെ എക്സ് കണ്ടോ, എക്സ് സ്ക്വയർ. ക്ലിയർ? 45 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എത്രയാണ്? 45 സ്ക്വയർ. ഈ 45ന്റെ സ്ക്വയർ കാണാൻ ഒരു എളുപ്പമാർഗമുണ്ട്. 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ 25ൽ അവസാനിക്കും. ക്ലിയർ? 45ന്റെ സ്ക്വയർ കാണാൻ പറഞ്ഞാൽ 4 കഴിഞ്ഞിട്ടുള്ള സംഖ്യ എണ്ണൽ സംഖ്യ തമ്മിൽ ഗുണിക്കുക. 5 4 കഴിഞ്ഞിട്ടുള്ള സംഖ്യ 5, 4 × 5 20. ഓക്കെ, അപ്പോൾ 45ന്റെ സ്ക്വയർ എത്രയാണ്? 2025. നിങ്ങൾ ഗുണിച്ച് ചോദിക്കുക, ശരിയായിരിക്കും. അപ്പോൾ ഇവിടെ 2025 മൈനസ് എക്സ് സ്ക്വയർ. ഇതാണ് ഇവർ തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്നത്. നമ്മൾ ഗുണിക്കുമ്പോൾ കിട്ടുന്നത് എന്താണ്? 2025 മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? 2009. ക്ലിയർ? ഓക്കെ, ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട എക്സിന്റെ വിലയാണ്. അപ്പോൾ ഈ മൈനസ് എക്സ് സ്ക്വയറിന് നമുക്ക് സമത്തിന്റെ ഇപ്പുറത്തേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ എന്താവും? അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് 2025 മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2009. ഓക്കെ, അപ്പോൾ സാറ് എക്സ് സ്ക്വയർ നെഗറ്റീവ് ആയതുകൊണ്ട് അതിൻ്റെ സമത്തിൻ്റെ പ്രത്യേകത പോസിറ്റീവ് ആക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാം. ഇത് പൊക്കിയെടുത്ത് നിങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ നെഗറ്റീവ് എന്നുള്ളത് എന്തായി മാറും? പോസിറ്റീവായിട്ട് മാറും. ഇപ്പോൾ 2025 is equal to, ഇവിടെ ഓൾറെഡി ആര് കിടപ്പുണ്ട്? 2009 ഉണ്ട്. 2009 ഈ മൈനസ് എക്സ് സ്ക്വയർ ഇപ്പുറം വരുമ്പോൾ പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, ക്ലിയർ? ഇനി എന്ത് ചെയ്യണം? 2009 നമുക്ക് ഇങ്ങോട്ട് മാറ്റി ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. ഇത് പോസിറ്റീവാണ്. മൈനസ് എന്തിനാണ് സാറേ അങ്ങനെ? എക്സ് സ്ക്വയർ മാത്രം അങ്ങനെ എക്സ് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ 2009 നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇതെന്താവും? 2025 മൈനസ് 2009. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ക്ലിയർ? ഇത് നമ്മൾ കുറയ്ക്കാം. ഇത് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും നോക്കാം. എന്ത് കിട്ടും? 25 ആവണം. ഓൾറെഡി ആൻസറിൽ 2000 ഉണ്ട്. ഇവിടെ 2009 പിന്നെ എന്താണ്? 25 ആവണം. അപ്പോൾ 25 9 കുറച്ചാൽ പോരെ? 25 പോയാൽ 20, ഒരു 4 കൂടി പോയാൽ 16. ദിസ് ഈസ് 16 ഈക്വൽ ടു എന്താണ്? എക്സ് സ്ക്വയർ. ഓക്കെ, സോ വാട്ട് ഈസ് എക്സ്? എക്സ് ഇസ് ഈക്വൽ ടു √16 അല്ലേ? അതായത് ഏതൊരു സംഖ്യയുടെ സ്ക്വയർ ആണ് 16? അത് നമുക്കറിയാമല്ലോ. വെരി സിമ്പിൾ. 4. എക്സ് ഇസ് ഈക്വൽ ടു 4 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഏതായിരിക്കും ഫസ്റ്റ് നമ്പർ? ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 45 പ്ലസ് 4. 45 പ്ലസ് എക്സ് എന്ന് പറയല്ലേ? അപ്പോൾ 45 പ്ലസ് 4 49. ക്ലിയർ? അടുത്തത് സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 മൈനസ് 4, ദാറ്റ് ഈസ് 41. ക്ലിയർ? അപ്പോൾ ഏതൊക്കെയാണ് രണ്ട് സംഖ്യകളും? 49ഉം എന്താണ്? 41. രണ്ടും കൂടി കൂട്ടിയാൽ 90 കിട്ടും. രണ്ടും കൂടി ഗുണിച്ചാൽ 2009 കിട്ടും. ഓക്കെ, നിങ്ങൾക്കിത് പെട്ടെന്ന് ഒറ്റത്തവണ കേട്ടപ്പോൾ തന്നെ ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണാം. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഈ 2 കണക്കുകളെ ചെയ്യുന്നുള്ളൂ. കാരണം ഒത്തിരി ലെങ്തി ആണെങ്കിൽ നമ്മളത് കംപ്രസ് ചെയ്യാനോ അത് അപ്ലോഡ് ചെയ്യാനൊക്കെ ഒത്തിരി സമയം എടുക്കും. നമ്മൾ 2 പ്രോബ്ലംസ് ആണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ബാക്കിയുള്ള പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വ്യൂസ് വരുന്നതനുസരിച്ച് നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. ഓക്കെ, താങ്ക് യു.